കാട്ടാക്കടയിൽ ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തെ തുടർന്ന് ഹോട്ടൽ അടപ്പിച്ചു. കാട്ടാക്കട കിള്ളിയിൽ പ്രവർത്തിക്കുന്ന കഫേ 49 എന്ന ഭക്ഷണശാല പഞ്ചായത്ത് അധികൃതരും ഹെൽത്ത് സ്ക്വാഡും ചേർന്ന് പൂട്ടിച്ചു. ഇന്നലെ രാത്രി ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച മലയൻകീഴ് സ്വദേശിയായ യുവാവിന് ഭക്ഷ്യവിഷബാധയേൽക്കുകയും ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് മലയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. ആശുപത്രി അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതരും ഹെൽത്ത് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയായിരുന്നു. പരിശോധനയിൽ ഹോട്ടലിൽ നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയതായും ഉപയോഗിക്കുന്ന പല ഭക്ഷണ സാധനങ്ങളും കാലാവധി കഴിഞ്ഞതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്ന കോഴിയിറച്ചി അഴുകിയ നിലയിലാണെന്നും പരിശോധനയിൽ വ്യക്തമായി. സ്ഥാപനത്തിൽ വൃത്തിഹീനമായ അന്തരീക്ഷമാണെന്നും അധികൃതർ അറിയിച്ചു. സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ആരോഗ്യ പരിശോധനാ രേഖകളോ മറ്റ് സർട്ടിഫിക്കറ്റുകളോ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. ഇതിനെ തുടർന്ന് സ്ഥാപനത്തിന് നോട്ടീസ് നൽകുകയും തുടർ നടപടികൾക്കായി താൽക്കാലികമായി അടച്ചുപൂട്ടുകയുമാണ് ചെയ്തത്. കാട്ടാക്കട പഞ്ചായത്തിന്റെ കിള്ളി ജംഗ്ഷനിലെ ഒരു കഫേ 49 എന്ന് പറയുന്ന ഒരു കടയാണ്. ഇവിടെ നിന്ന് ഇന്നലെ വൈകുന്നേരം രാത്രിയിൽ കുഴിമന്തി കഴിച്ചിട്ട് ഒരാളിന് ആരോഗ്യ പ്രശ്നം ഉണ്ടാവുകയും തുടർന്ന് അവരെ മലയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇന്ന് രാവിലെയാണ് മലയൻകീഴ് താലൂക്ക് ആശുപത്രിയിലെ ശാന്തകുമാർ ഡോക്ടർ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞത്. ഞാൻ ഉടൻ തന്നെ പഞ്ചായത്തിലും നമ്മുടെ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരെയൊക്കെ അറിയിച്ചു. അതനുസരിച്ച് ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ജൂനിയർ സൂപ്രണ്ടുണ്ട്, ജനപ്രതിനിധികൾ എല്ലാവരും ഉണ്ട്, ഹെൽത്തിന്റെ ഉദ്യോഗസ്ഥരെല്ലാവരും കൂടെ ഈ കട വന്ന് പരിശോധിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടെ വന്ന് നോക്കിയപ്പോൾ കണ്ടത്, അതായത് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ അടക്കം ഇതിനകത്തുണ്ട്. ഒരുപാട് സാധനങ്ങൾ ഡേറ്റ് കഴിഞ്ഞ വസ്തുക്കൾ ഇതിനകത്ത്, ഭക്ഷ്യവസ്തുക്കൾ ഡേറ്റ് കഴിഞ്ഞ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അതുപോലെ കോഴി, ചിക്കൻ മുകളില് ഒരുപാട് ഡേറ്റ് കഴിഞ്ഞിട്ട് അഴുകിയ നിലയിലുള്ള ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുന്നതായിട്ട് പഴകിയ സാധനങ്ങൾ കാണുകയുണ്ടായി. ഒരു വൃത്തിഹീനമായ സാഹചര്യമാണ് ഇതിനകത്ത്. ഈച്ചയുണ്ട്, ഒരുപാട് ഒട്ടും തന്നെ വൃത്തിയില്ലാത്തൊരവസ്ഥയിലാണ് ഇവിടെ ആഹാരം പാചകം ചെയ്യുന്നത്. ഒരു സാധനങ്ങളും അടച്ചു വെച്ചിട്ടില്ല. അങ്ങനെ ഏറ്റവും വൃത്തിഹീനമായ സാഹചര്യത്തിലും പഴകിയ സാധനങ്ങൾ ഉപയോഗിച്ചുമാണ് ഇവരിവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം തുടർന്ന് വരുന്നത് എന്ന് ബോധ്യമായതിനെ തുടർന്ന് ഇന്നിപ്പോ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരും പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടറും ഒക്കെ ചേർന്ന് അവർക്ക് നോട്ടീസ് കൊടുത്തു. ഈ കട ഇപ്പോൾ ഇവിടെ പൂട്ടുകയാണ്. താൽക്കാലികമായി ഇന്നിവിടെ ഈ ഒരു പ്രവർത്തനം, ഈ കടയുടെ പ്രവർത്തനം നമ്മൾ നിർത്തുകയാണ്. അവരിതെല്ലാം ശരിയാക്കി വന്നത്. ഇപ്പോൾ അവർക്ക് സാനിറ്റേഷന്റെ ഹെൽത്തിന്റെ ഒന്നും യാതൊരു സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ അതനുസരിച്ച് നമ്മളിപ്പോ ഇന്ന് പഞ്ചായത്തിൽ നിന്ന് നോട്ടീസ് കൊടുത്ത് താൽക്കാലികമായി 7 ദിവസത്തെ നോട്ടീസ് കൊടുത്ത് ഈ കട ഇപ്പോൾ ഇവിടെ പൂട്ടുകയാണ്. ലൈസൻസ് മാത്രമേ ഉള്ളൂ. അവർക്ക് മറ്റിവിടെ നിൽക്കുന്ന ആൾക്കാരുടെ ഹെൽത്ത് കാർഡില്ല, അവരുടെ ബ്ലഡ് പരിശോധിച്ചതിന്റെ റിപ്പോർട്ടുകളില്ല, അവരുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച ഒരു വിവരങ്ങളുമില്ല. മറ്റു വളരെ മോശപ്പെട്ട ഒരു സാഹചര്യം നമുക്ക് ബോധ്യമായതിനെ തുടർന്നാണ് ഒരു നോട്ടീസ് പഞ്ചായത്തിൽ നിന്ന് കൊടുത്ത് ഈ ഒരു കട ഇന്നിവിടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്.